സാരി കാണുമ്പോഴൊക്കെ ബി.എഡ് മാത്രമേ ഓർമ്മ വരുള്ളൂ. മുമ്പ് പറഞ്ഞില്ലേ ഒരു ബ്ലൂ സാരി ആയിരുന്നു യൂണിഫോം എന്ന്. അപ്പൊ ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ വരും. ഇതിപ്പോ നീല അല്ലെങ്കിലും പറഞ്ഞേ ഉള്ളൂ. ഞങ്ങൾക്ക് ബി.എഡ് ചെയ്യുമ്പോൾ ഒരു ടൂർ മാൻഡേറ്ററി ആയിരുന്നു. ഇപ്പോഴും ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഞങ്ങൾ അന്ന് പോയത് 10 ദിവസത്തെ ലോങ് ടൂർ ടു ആഗ്ര, പഞ്ചാബ്, ഡൽഹി ഒക്കെ ആയിരുന്നു. ടീച്ചറായി കഴിയുമ്പോൾ കുട്ടികളെയും കൊണ്ട് ടൂർ പോകാനുള്ള പ്രാക്ടീസ്. അങ്ങനെ വാഗാ ബോർഡർ കാണാനുള്ള ഡേ. വാഗാ ബോർഡറിലെ ഏറ്റവും വലിയ ആകർഷണം എല്ലാ ദിവസവും വൈകുന്നേരം നടക്കുന്ന പതാക താഴ്ത്തൽ ചടങ്ങാണ്. 1959 മുതൽ ഇന്ത്യയുടെ BSF സൈനികരും പാകിസ്ഥാൻ റേഞ്ചേഴ്സും സംയുക്തമായാണ് ഈ ചടങ്ങ് നടത്തുന്നത്. ചടുലമായ ചുവടുകളോടെ സൈനികരുടെ പരേഡ് കാണാൻ ഇരുവശത്തും ആയിരക്കണക്കിന് ആളുകൾ എത്താറുണ്ട്. ചടങ്ങിനൊടുവിൽ ഇരു രാജ്യങ്ങളുടെയും പതാകകൾ ഒരേ സമയം താഴ്ത്തുകയും ഗേറ്റുകൾ അടക്കുകയും ചെയ്യും. ഒരുപാട് ആള് കൂടുന്ന സ്ഥലമായോണ്ട് യൂണിഫോം മസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം നീല സാരിയില്. എല്ലാം കഴിയുമ്പോ അവിടെ പാട്ടൊക്കെ വെക്കും. ഞങ്ങളെല്ലാം ഡാൻസ് ചെയ്യാൻ ഇറങ്ങി. പെട്ടെന്ന് എന്നെ കൂട്ടത്തിൽ ആരോ വിളിച്ചിട്ട് പറഞ്ഞു, ആകെ പ്രശ്നമാണ്, നിന്റെ സാരിയിലൊക്കെ ബ്ലഡ് ആയിട്ടുണ്ടെന്ന്. എനിക്കാകെ ചമ്മലോ സങ്കടോ ക്ഷീണോ ഒക്കെ തോന്നി തുടങ്ങി. എല്ലാരും ഇറങ്ങുന്നവരെ മിണ്ടാണ്ടിരുന്നു. ടീച്ചേഴ്സിനോട് പറഞ്ഞപ്പോ അയ്യേ എന്നൊരു റിപ്ലൈ. ഞാനങ്ങ് ഇല്ലാണ്ടായി. ഇങ്ങനെയാണോ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ഓർത്തിട്ട് ഞാൻ കരയാൻ തുടങ്ങി. റെയിൽവേ സ്റ്റേഷൻ വരെ ഒരുവിധം സാരി തുമ്പ് കൊണ്ട് മറച്ചു പിടിച്ചൊക്കെ ഒപ്പിച്ചു. സ്റ്റേഷനിലെത്തിയപ്പോ എല്ലാ ടോയ്ലറ്റിലും തിരക്കുമായ. വേറെ ആരുമല്ല, ഞങ്ങളൊക്കെ തന്നെ. പെട്ടെന്ന് ശാലിനിയേച്ചി വന്ന് ഇടപെട്ടു. അതും പതിവ് ചിരിയോടെ. ഒരേ ബാച്ചിൽ കോഴ്സ് ചെയ്യുന്നവരാണെങ്കിലും ചേച്ചിയായിരുന്നു. ബാക്കിയുള്ളവരെ ഒന്ന് മാറ്റി നിർത്തി എന്നെ ബാത്റൂമിൽ കയറ്റിവിട്ടു. സാരിയൊക്കെ കവറിലാക്കി തന്നു. പുറത്തിറങ്ങിയപ്പോ എനിക്കൊരു ചൂട് ചായയും വാങ്ങി തന്നു. ആ ആശ്വാസം പറയാനുണ്ടാവും. അത് കഴിഞ്ഞിട്ടൊരു ചോദ്യം, എന്റെ ശ്രുതിയെ ശാലിനിയേച്ചിയെ മറന്നുപോയോ എന്ന്. ഇപ്പോഴും ആ ചോദ്യം ഞാൻ മറന്നിട്ടില്ല. അതുപോലൊരു ടീച്ചറെ ഏത് കുട്ടിയും കൊതിച്ചു പോകും. ഞാൻ കുറേയേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് അന്ന് എനിക്ക് തോന്നി. സിറ്റുവേഷൻസ് പലതും ഹാൻഡിൽ ചെയ്യാൻ ഒരു ചിരിച്ച മുഖം അത്യാവശ്യമാണ്.